കണ്ണേറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സിച്ചിട്ടുണ്ട്. അത് ഭൗതിക രോഗമല്ല, അഭൗതിക രോഗമാണ്. ചില ആളുകൾക്ക് അതിൽ സംശയമാണ്. ഒരാൾ നോക്കുമ്പോഴേക്ക് എന്താ നമുക്ക് എന്തെങ്കിലും സംഭവിക്കാണോ? സംഭവിക്കും. ഒരു നോട്ടം മതി വമ്പിച്ച് അപകടം ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ നോക്കുക, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മൾ മുമ്പ് എന്ത് ചെയ്തു, അങ്ങനെ തൊള്ളർന്നൊരു ആവി അങ്ങോട്ടിട്ടു. എന്നാ എന്താ സംഭവിക്കുക? നമ്മളും ആവിടൂലേ? ഒരാൾ ആവിട്ട് കണ്ടത് നമ്മളെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുകയാണ്? അങ്ങനെ ഒരു സംഭവമുണ്ട്. കണ്ണുകൊണ്ട് കണ്ടാൽ അതിന് പ്രതിഫലനങ്ങൾ ഉണ്ടാകും. നമുക്ക് പരിചയമുള്ള ഒരാളുടെ മരിച്ചു, അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹം ഇങ്ങനെ സ്വഭാവമുള്ള ഒരാളെ, അത് ഓലെ കുറ്റമല്ല, അല്ലാഹു തആല ഓരോരുത്തർക്ക് അങ്ങനെ കൊടുക്കുന്ന, ഓലെന്തെങ്കിലും ചെയ്തുകൊണ്ട് സംഭവിക്കുന്നൊന്നുമല്ല. ചില ആളുകളുടെ കണ്ണങ്ങനെ. നല്ല ഒരു കുട്ടി തെങ്ങാണ്, ഫുൾ തേങ്ങ. അതാണെങ്കിൽ ഒരു വിധവയായ പെണ്ണിന്റേതാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? പാത്തുമ്മ ഒന്നിങ്ങോട്ട് വന്നാണ്. പാത്തുമ്മ വന്ന് എന്നിട്ട് അനക്ക് ഈ തെങ്ങനെ മതിയിട്ടാളെ ധാരാളം ഇത് പറഞ്ഞ് അങ്ങോട്ട് പോയതാ. പിന്നെ അതാ ടേ 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 എന്ന് പറഞ്ഞിട്ട് തേങ്ങ വീണ് വീണ് 1 മാസം കൊണ്ട് തെങ്ങാട്ടുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് ചില ആൾക്കാർ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല നിങ്ങൾ പറയുന്നു, ഈ അസുഖം വല്ലാത്തൊരു രോഗമാണ്. ഇത് പലർക്കും വരാറുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? ഇന്നൽ ഐന ലതുദ്ഖിലുർ റജുല അൽ ഖബ്റാ. കണ്ണേർ എന്ന് പറഞ്ഞ സാധനം അത് മനുഷ്യന്മാരെ ഖബറിലെത്തിക്കും. വൽ ജമലൽ ഖിദറ, ഒട്ടകത്തെ ചട്ടിയിലും എത്തിക്കും. എന്ന് പറഞ്ഞാൽ ഒരു നോട്ടം കൊണ്ട് ചിലപ്പോ ആളും ജീവികളൊക്കെ മരിച്ചു വീണുപോകും. അത് അനുഭവമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ മഹാനായ ഉമാമത്ത് ബിൻ സഅദ് ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, റഅ ആമിർ ബിൻ റബീഅ, സ്വഹാബിയായ ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു കണ്ടു. ആരെ? സഹ്ല ബിൻ ഹുനൈഫ് യഅ്തസിലു. സഹ്ല ബിൻ ഹുനൈഫ് എന്ന് പറയുന്ന സ്വഹാബി കുളിക്കുന്നത് ആര് കണ്ടു? ആമിർ കണ്ടു. കുപ്പായ കഴിച്ചിട്ടല്ലല്ലോ കുളിക്കുക. ആ സമയത്ത് ഫഖാല, അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ റഅയ്തുക അൽയൗം വലാ ജിൽദം മുഖബ്ബഅ. അല്ലാഹുവാണ്, ഈ ദിവസം ഞാൻ ഈ കണ്ടതുപോലെ നന്നായി കൊഴുത്ത ഒരു ശരീരം, ഒരു ചർമ്മം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇയാൾ വെറുതെ അങ്ങ് പറഞ്ഞു. പറയേണ്ട താമസം ലുബിത്ത സഹിലുൻ, സഹിലതാ കുഴഞ്ഞു വീണു. സഹില് കുഴഞ്ഞു വീണു. സ്വഹാബിമാരാണ് രണ്ടാളും. ഒരാളെ വാക്കുകൊണ്ട് മറ്റേ ആള് കുഴഞ്ഞു വീണു. വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തെത്തി. അള്ളാന്റെ റസൂൽ ആദ്യം ഓടിയത് എങ്ങോട്ടാണ്? കണ്ണേറിന് കാരണക്കാരനായ സ്വഹാബിയായ ആമിറിനെ കൊള്ള ചെന്നിട്ട് ഫതഗയ്യള അലൈഹി, ദേഷ്യത്തോടെ അദ്ദേഹത്തോട് സംസാരിച്ചു. അലാമാ യഖ്തുലു അഖാക്, എന്തിന്റെ പേരിലാണ് നിങ്ങൾ നിങ്ങളെ സഹോദരനെ കൊല്ലുന്നത്? എന്ത് പണിയാ നിങ്ങളെടുത്തത്? ഹലാ ബറക്താ, നിങ്ങൾക്ക് ആ സൗന്ദര്യം കണ്ടപ്പം ബാറക്കല്ലാഹു ലക എന്ന് ദുആ ചെയ്തുകൂടെ? അപ്പൊ നമ്മളൊക്കെ പഠിക്കേണ്ടത് എന്താ? നമ്മളെ അത്ഭുതപ്പെടുത്താണ് ഒരാളെ നല്ലൊരു വണ്ടി, അത് കാണുമ്പോ അസൂയയോടുകൂടെ നമ്മൾ എന്ത് പറയരുത്? ഓ, ആ വണ്ടി നോക്കിയാ എന്താണ്, ആരാണ്? ചിലപ്പോ മതി അതിന്റെ ടയർ പഞ്ചറായന്. നമ്മളെന്ത് പറയൂ? ബാറക്കല്ലാഹു ലഹു, അല്ലാഹു തആല അവന് ബർക്കത്ത് ചെയ്യട്ടെ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇതാണ് എന്ത് അത്ഭുതപ്പെടുത്തുന്നത് കണ്ടാലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ബർക്കത്തിന് നേരുകയാണ്, അല്ലാതെ നമ്മൾ ഈ തരത്തിലുള്ള വാക്ക് പറയരുത്. എന്നിട്ട് നബി തങ്ങൾ അതാ ഇതൊരു അഭൗതിക രോഗമായതുകൊണ്ട് ഒരഭൗതിക ചികിത്സ റസൂലുള്ളാഹി പറഞ്ഞു. ഇത്തസില്ലഹു ഫഗസല ലഹു ആമിറുൻ, ആമിറിനെ വിളിച്ചിട്ട് പറഞ്ഞു അയാൾക്ക് വേണ്ടി കഴുകുന്ന് പറഞ്ഞു. ആമിർ റളിയല്ലാഹു അൻഹു കഴുകി. എന്തൊക്കെ റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തനുസരിച്ച് മുഖവും 2 കൈ മുട്ടോടുകൂടെ, അതുപോലെ തന്നെ കാലിന്റെ വിരലുകള്, കാലിന്റെ തുണിക്കോന്തല, ഇതൊക്കെ ഒരു ബക്കറ്റിൽ ഒരു പാത്രത്തിൽ കഴുകിയിട്ട് എന്ത് ചെയ്തു? ആ വെള്ളം ഇവിടെ കണ്ണേറ് കൊണ്ട് കിടക്കുന്ന സ്വഹാബിയുടെ ശരീരത്തിലൂടെ പാർന്നു. അദ്ദേഹം എഴുന്നേറ്റ് പോയിട്ട് രോഗം മാറി. കണ്ണേറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ചികിത്സയാണ് അത്. ഒരുപാട് ഹദീസുകളിലൂടെ വന്നിട്ടുള്ളതാണ്. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല? കണ്ണേറിനപ്പം എങ്ങനെയെന്ന് പറയാൻ കഴിയുന്നില്ലല്ലോ. അതുപോലെ ഒരു ആത്മീയമായ അല്ലെങ്കിൽ അഭൗതികമായ മാർഗത്തിലൂടെയുള്ള രോഗമാണ്, അഭൗതിക മാർഗത്തിലൂടെയുള്ള ചികിത്സയുമാണ്.